ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം, മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാനും ഞാൻ വലിയ പുള്ളിയാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നതെന്ന് നമ്മൾ ആലോചിച്ച്, അത് കുടുംബത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ ഒരു ഷോ കാണിച്ച് നടക്കുന്ന ആൾക്കാരായി തീരുക. ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഇടവകയിലെ ഞാനാണ് ചായൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ചിലരെങ്കിലും ഒക്കെ നടത്തുക. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും ഒക്കെ ആ ഒരു ശൈലിയിലാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം. ഇവിടെ കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാകണം, നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായി മാറണം. നിങ്ങൾ മാർപ്പാപ്പമാരൊക്കെ അവരുടെ ലേഖനങ്ങൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ കുറിക്കുന്നത് സെർവോസ് സെർവോരും ദേയി എന്നൊരു വാക്കാണ്. സഹജന്മാരാണ്, ദാസന്മാരുടെ ദാസനാണ്, ദാസന്മാരുടെ ദാസൻ. തൻ്റെ ശുശ്രൂഷയുടെ മേഖലയെ ദാസ്യത്തിൻ്റെ ശുശ്രൂഷയുടെ മേഖലയായിട്ട് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഞാനോ സജി ബ്രദറോ ഒക്കെ വചനം പറയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ ഞങ്ങൾ വലിയ പുള്ളികളാണ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ധ്യാനം പ്രസംഗിക്കുന്നത് എങ്കിൽ, ക്ലാസ്സുകൾ എടുക്കുന്നത് എങ്കിൽ, അത് ഞങ്ങളെ എങ്ങും എത്തിക്കില്ല എന്ന് കൃത്യതയോടെ യേശു പറയും. ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവം തരുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചുള്ളൊരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. വളരെ സാന്ദർഭികമായിട്ടാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന ഈശോ മുമ്പിൽ നിർത്തി. കഫർനഹൂമാണ്. ഈശോയുടെ കുറേ നാളായിട്ട് നല്ല അയൽപക്കങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ വരാറുണ്ട്. അതിലൊരു കുഞ്ഞിനെയാണ് ഈശോ പിടിച്ച് ശിശുമാരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇവനെ പോലെ സ്വർഗരാജ്യത്തെ സ്വീകരിക്കുന്നവനാണ് സ്വർഗരാജ്യം സ്വന്തമാക്കുക. എന്താ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും ധ്യാനം കൂടിയിട്ട് അഭിപ്രായം വരെ മാറിയില്ലേ? കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കതയുണ്ടോ? ഏതെങ്കിലും കുഞ്ഞിന് നിഷ്കളങ്കതയുണ്ടോ? ഇല്ല. നിങ്ങൾ വെറുതെ പറയുക. ഒരു കുഞ്ഞും നിഷ്കളങ്കരല്ല. ഈ ലോകത്തിൽ അവർ ഏറ്റവും കൂടുതൽ കുരുതക്കേട് കാണിക്കാനും തെമ്മാടിത്തരം കാണിക്കാനും മുമ്പ് നിൽക്കുന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിൽ അവന് ഒരു അനുജത്തി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവനും സന്തോഷിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം അവനാണ്. പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നലെ വരെ അവിടുത്തെ രാജാവായിട്ട് പുലിയായിട്ട് ഒരു കാട്ടിലൊരു സിംഹം മതി എന്നൊക്കെ പറഞ്ഞ് നടന്നവൻ വേറെ ഒരുത്തരും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വീട്ടുകാരുടെ മുഴുവൻ അറ്റൻഷൻ അവൻ്റെ മേഖലയോടുത്തിരിക്കും. ഇപ്പം എല്ലാവരും കുഞ്ഞുവാവെ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കണം, എന്നെ ആർക്കും വേണ്ട. അല്ലേ? നഴ്സറി പഠിക്കുന്ന പിള്ളേരൊക്കെ പറയണം, എനിക്ക് ഭയങ്കര ടെൻഷനാച്ചാ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, വീട്ടുകാർ മുഴുവൻ അവരെ ശ്രദ്ധിക്കുന്നു. ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മിഠായി എങ്കിലും കൊടുത്തിട്ട് ആ മിഠായി ഒന്ന് തിരിച്ചു ചോദിച്ചാൽ ഏതൊരു കൊച്ചു തിരിച്ചു തരുമോ? നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാകും. അത് അങ്കിളല്ലേ ആൻറ്റി അല്ലേ നമ്മുടെ അച്ഛനല്ലടാ കൊടുത്തേടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാ വേണമെങ്കിൽ അവനൊരു തള്ളുന്നു. അതല്ലാതെ അവനായിട്ട് ഈ സാധനമൊന്നും നമുക്ക് തിരിച്ചു തരാൻ ഒരു വഴി. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ, കുഞ്ഞു ആവയാണ്, 1 വയസ്സ് 1.5 വയസ്സ് പ്രായമുണ്ട്. അവൻ്റെ കയ്യിലേക്ക് ഒരു ആപ്പിൾ വെച്ച് കൊടുത്തു. അവൻ ഭയങ്കര സന്തോഷത്തോടെ അത് മേടിച്ചു. രണ്ടാമത് ഒരു ആപ്പിൾ കൊടുത്തു. അവൻ അത് മേടിച്ച് രണ്ടാമത്തെ കയ്യിൽ പിടിച്ചു. മൂന്നാമതൊരു ആപ്പിളും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. 2 കൈയും കൂടെ വട്ടം പിടിച്ചിട്ട് ആസൂത്രം എടുത്ത് നടുക്ക് വെച്ച് നിൽക്കുന്നു. 4മതൊരു ആപ്പിൾ കൊടുത്തപ്പോഴത്തേക്കും അവൻ കരയാൻ തുടങ്ങി. പ്രശ്നം എന്താണെന്നറിയോ? പണ്ടാരാണെങ്കിൽ ദൈവം എനിക്ക് 2 കൈയല്ലേ തന്നിട്ടുള്ളൂ, ഒരു 2-3 കൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ അവിടെ എവിടെയൊക്കെ പിടിച്ചു വെക്കായിരുന്നു. അവന് ഈ സാധനം എന്നാ ആ സമയത്ത് പോലെന്ന് അമ്മ പിടിച്ചോ അല്ലെങ്കിൽ പപ്പ പിടിച്ചോ ചേട്ടായി പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കില്ല. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ നിഷ്കളങ്കത ഇല്ലായ്മയെ കുറിച്ച് പറയാൻ 100 കാര്യങ്ങൾ എനിക്കുണ്ട്.
സ്നേഹമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ആരണ്ടൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണെന്ന് ആരണ്ടൊക്കെ പറഞ്ഞു കേട്ടു, അതുകൊണ്ട് നമ്മൾ ചുമ്മാ തട്ടുക. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത നിഷ്കളങ്കതയൊന്നുമല്ല. അവർക്ക് നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരായതുകൊണ്ട് മണ്ടന്മാരായതുകൊണ്ട് വായു എന്നൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് അതിന് നിഷ്കളങ്കത എന്നൊക്കെ നമ്മൾ പേരിട്ടിരിക്കണം. അതല്ല സത്യം. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴക്ക് പറയുകയാണെങ്കിൽ അവർ കരയും, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറ്, അല്ലെങ്കിൽ ഓടും, പേടിച്ചോടും. പക്ഷെ അവനും അവളും ഒക്കെ ധൈര്യം കാണിക്കുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാം? നിങ്ങൾ ആരെങ്കിലും അവരെ വഴക്ക് പറയുന്ന സമയത്ത് അവനകത്ത് ചെന്നിട്ട് തിരിച്ചവൻ്റെ മമ്മിയുടെ കൂടെ ഒരു വരവുണ്ട്. മമ്മിയെ കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മമ്മിയുടെ പാവാടയുടെ അല്ലെങ്കിൽ നൈറ്റിയുടെ തുമ്പ പിടിച്ചുകൊണ്ട് നടാവേണ്ട ആരാടാ നീ എന്നൊക്കെ ചോദിക്കുവാൻ കാരണം എന്താ? അവനിപ്പോൾ ഒരു ധൈര്യമുണ്ട്. ആരാ? എന്നെ നീ എങ്ങാനും തല്ലാൻ വന്ന നിന്നെ എൻ്റെ മമ്മി അതല്ലും, അല്ലേ? അല്ലെങ്കിൽ എൻ്റെ പപ്പ നിന്നെ. എനിക്ക് ചുറ്റുമുള്ള എനിക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ ആരുടെയെങ്കിലും മുമ്പിൽ വെച്ച് തീരാനോ കൊല്ലാനോ വഴക്ക് പറയാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുകയും ചെയ്യും. പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിള്ളേരെ ചൂട് കയറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അവിടെ വന്നുകൊണ്ട് മറ്റുള്ളവരെ വഴക്കൊക്കെ പറയും. അന്നേരം അവന് ധൈര്യം കാണിക്കും, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. എന്താ ഇവിടെ നമ്മൾ കാണണ്ടേ? ഈ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? മനുഷ്യ മക്കള് ബാക്കി ആട്, പശു, കോഴി, ബാക്കിയുള്ള സകല ജാതി മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു ആടിനെ പ്രസവിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം അത് കഷ്ടിച്ച് അവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് വലിയ പ്രാഞ്ചി എഴുന്നേക്കും, അല്ലേ? എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആടി എങ്ങനെയും ചെന്നിട്ട് അവൻ്റെ അമ്മയുടെ അമ്മയെ കണ്ടുപിടിച്ച് അതിനകത്ത് ഇച്ചിരി പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വന്തം കാലല്ല. പിന്നെ പറപ്പിച്ച് വിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ പുല്ല് തിന്നാൻ തുടങ്ങുന്നു. ഇനി അമ്മയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു ധൈര്യത്തിലേക്ക്, തൻ്റെ ഇടത്തിലേക്ക് ഈ പശുവിൻ്റെ ആടിൻ്റെ മക്കൾ വളരും. പക്ഷെ നമ്മുടെ മക്കൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പോകുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനും അമ്മ കൊണ്ടുവന്ന് വായിൽ ഉരുട്ടി കയറ്റി കൊടുത്താലേ അവൻ തിന്നത്തുള്ളൂ, അല്ലേ? കൊട്ടറമോനെ കൊച്ച് കഴിക്കണ കൊച്ച് ഭയങ്കര ക്ഷീണമാണല്ലോ, നിനക്ക് എന്നാ പറ്റണവാവേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നുകൊണ്ട് ഒന്നി കയറ്റി തള്ളി തേറ്റി വീട്ടിച്ചാലാണ് നമ്മുടെ മക്കൾ ഇപ്പോഴും തിന്നണേ. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പോലും അവൻ പെപ്പറോന്തി ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അപ്പൻ്റെ അടുത്ത് നിന്ന് ചെല്ലുന്നു. അപ്പോൾ അതിൽ കാലം സ്വന്തമായിട്ടൊന്നും ഇല്ല. എല്ലാം ഈ അപ്പനും അമ്മയും ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെ സ്നേഹവലയത്തില് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് മക്കളുടേത്, ശിശുക്കൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയല്ലേ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത നിഷ്കളങ്കതയാണെന്ന്. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ബോധ്യമാണ്. എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ പപ്പ വേണം, എൻ്റെ മമ്മി വേണം. ഇവിടെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈശോ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. നീയും അങ്ങനെ ആകണം. എങ്ങനെ? എൻ്റെ ദൈവം കൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാകില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വളരണം. നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മുടെ കാശ് കൊണ്ടോ നമ്മുടെ സ്വാധീനമുണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തരാൻ പോരുന്നവൻ ആര് മാത്രമാണ്? ദൈവം മാത്രമാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്കെല്ലാം സാധ്യമാണ്. നമ്മുടെ ക്രിസ്ത്യൻ ധ്യാനത്തിന് പാടുന്നൊരു പാട്ടില്ലേ, വിത്ത് ജീസസ് ഐ ആം എ ഹീറോ ആൻഡ് വിത്തൗട്ട് ജീസസ് ഐ ആം എ സീറോ. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വലിയ ആളാണ്, വലിയ പുള്ളിയാണ്. പക്ഷെ തമ്പുരാൻ എന്നെ ഉപേക്ഷിച്ചാൽ, തമ്പുരാൻ എന്നെ കൈവിട്ടാൽ ഞാൻ ഒന്നുമില്ലാത്തൊരു വട്ടപൂജ്യമായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കോറിയിടേണ്ട ഒരു ചിന്ത, എൻ്റെ ആശ്രയം, എനിക്ക് എൻ്റെ പിടിക്കാൻ പറ്റുന്ന പിടിവള്ളി, എൻ്റെ പുളിങ്കൊമ്പ് എൻ്റെ തമ്പുരാനാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുക. എൻ്റെ ഈശോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തും ചെയ്യാനാകൂ എന്ന തിരിച്ചറിവിലേക്ക് വളരുവാനാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാവം അതാണ്. മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവരൊന്നും ചെയ്യാൻ പാടില്ലാത്തതുപോലെ നമുക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ശത്രുവിനെതിരെ പോരാടാൻ നമുക്ക്
നമുക്ക് സാധിക്കില്ല തമ്പുരാൻ കൂടെയില്ല എങ്കിൽ. ഇന്ന് എഫെസ്യരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ എണ്ണം പറഞ്ഞ് നിങ്ങൾ ആ വചനഭാഗമൊക്കെ ഒന്ന് വായിച്ച് കാണാപ്പാഠം പഠിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം എങ്ങനെയാണ് ശത്രുവിനെതിരെ പോരാടേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവാശ്രയ ബോധമുള്ളവന്റെ ഹൃദയത്തിൽ നാം സൂക്ഷിച്ചു വെക്കേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സത്യം കൊണ്ടാലും മുറുക്കണം, മേപ്പെട്ടതെറിയണം, വാളെടുക്കണം, വചനത്തിന്റെ വാളെടുക്കണം, എണ്ണം പെറുക്കി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ശത്രുവിനെതിരെ ദുഷ്ടനെതിരെ പോരാടാനുള്ള ശക്തി നമുക്ക് കിട്ടത്തുള്ളൂ. മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലൗകിക വ്യഗ്രതകളിലേക്കും ലൈംഗിക അരാജകത്വത്തിലേക്കും ഒക്കെ തിരിയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ തമ്പുരാന്റെ പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് തീരണമെങ്കിൽ അവൻ കാണിച്ചു തരുന്ന രക്ഷയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചിന്ത, ഇനി എൻ്റെ ആശ്രയവും എനിക്ക് ബലം തരുന്നവനും എൻ്റെ തമ്പുരാനാണ് എന്ന ബോധ്യത്തോടെ ഈശ്വരയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരു ശിശുവിൻ്റെ ഏറ്റവും വലിയ ഭാവം നിഷ്കളങ്കതയല്ല, അവൻ്റെ ദൈവാശ്രയ ബോധമാണ്, അല്ലെങ്കിൽ ആശ്രയബോധമാണ് എന്ന തിരിച്ചറിവോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.